കരിങ്കലിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിനായി പോകുമ്പോഴായിരുന്നു യാത്രാമധ്യേ വീടിനടുത്തായി ഈ ക്ഷേത്രം കണ്ടത്. സംസാരത്തിനിടെ ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണെന്ന് മനസ്സിലായി. പിന്നെ അമാന്തിച്ചില്ല, വൈകിട്ട് തന്നെ അവിടേക്ക് പുറപ്പെട്ടു. എത്തിയ സമയം 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ദർശനത്തിന് ആളുകൾ കുറവായിരുന്നു. ഇന്നത്തെ യാത്ര ശ്രീ ചെമ്മട്ടിയ ഭഗവതി ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിന് മുൻഭാഗത്തായി പടുകൂറ്റൻ ആൽമരം. അവിടേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ശാഖകളൊക്കെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്നത് പോലെ, ഒപ്പം ചിരിച്ചുകൊണ്ട് ചില്ലകൾക്കിടയിലൂടെ സൂര്യന്റെ ഇളം ചൂട് ആസ്വദിക്കുന്നത് പോലെ തോന്നി. ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെയുണ്ട് ഒരു സവിശേഷത. പരശുരാമൻ ചവിട്ടിയ കാവ്. അതാണ് ചെമ്മട്ടിയ ഭഗവതി ക്ഷേത്രം. പ്രതിഷ്ഠ വനദുർഗയാണ്. വനത്തിന് നടുവിലായി ഒരു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത ഇവിടെ കണ്ടത്, നമ്മുടെ 27 നക്ഷത്രങ്ങൾക്കും യോജ്യമായ വൃക്ഷത്തൈകൾ ഇവിടെയുണ്ട് എന്നതും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. ഇത് മനസ്സിലാക്കി അതത് നക്ഷത്രങ്ങൾക്ക് യോജ്യമായ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഐശ്വര്യമുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ മരം ഏതാണെന്ന്? എന്നിരുന്നാലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിഞ്ഞതും ഒരു ദൈവനിശ്ചയമായി തന്നെ കരുതുന്നു.